ഹലോ ഫാമിലി, ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ കള്ളപ്പവും മുട്ട റോസ്റ്റുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ സാധാരണ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ സോഫ്റ്റ് അല്ലേ, ഇത് ഇത്തിരി ഹാർഡാണ്. തണുത്ത് കഴിയുമ്പോൾ അതിലും ഹാർഡാവും. നമ്മളിങ്ങനെ ഒടിച്ചാൽ ഒടിഞ്ഞു വരുന്നത് പോലെയാണ്. പക്ഷെ കഴിക്കുമ്പോൾ അത്ര ഹാർഡായിട്ട് ഫീൽ ചെയ്യത്തില്ല. പക്ഷെ ഇങ്ങനെ ഒടിഞ്ഞു വരും, അതാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഒരു പുഴുക്കൽ അരി എന്ന് പറയും കോട്ടയത്തൊക്കെ, ആ അരി ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെയാണ് പച്ചരിയും എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും നമ്മൾ ഒരു 6 മണിക്കൂറോളം കുതിർത്തി വെച്ചതാണ്. 4 to 6 hours കുതിർത്തി വെച്ചാൽ മതിയാവും. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 8 അല്ലെങ്കിൽ 10 എണ്ണം ചുവന്നുള്ളി, ചെറിയ ഉള്ളി, പിന്നെ 2 3 ചെറിയ അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് 1/4 കപ്പോളം ചോറാണ്. അതിപ്പോൾ കുത്തരിച്ചോറോ ചാക്കരിച്ചോറോ ഏത് ചോറ് വേണമെങ്കിലും എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ജീരകമാണ്, നമ്മുടെ സാധാരണ ജീരകം. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു മുറി തേങ്ങ ചിരവിയതാണ്. നമുക്ക് തേങ്ങ കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഈ അപ്പം ഈസ്റ്റ് ഒന്നും ഇട്ടിട്ടല്ല ഉണ്ടാക്കുന്നത്, പനങ്കള്ള് വെച്ചിട്ടാണ്. നല്ല നാടൻ പനങ്കള്ളില്ലേ, ചെത്തിക്കൊണ്ട് വന്നിട്ട് അപ്പൊ തന്നെ നമുക്ക് ആ കിട്ടുന്നതാണ്, അല്ലാതെ മായം ചേർന്നിട്ടുള്ളതൊന്നുമല്ല. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കണം. നമ്മൾ ആദ്യം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ചെറുതായിട്ടൊന്ന് നുറുക്കിയിട്ട് ഇട്ട് കൊടുക്കണം, കാരണം അത് നന്നായിട്ടൊന്ന് അരയണമല്ലോ. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ജീരകം. പിന്നെ നമ്മൾ അരി പച്ചരി എല്ലാം നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു കാര്യം പറയാൻ മറന്നിട്ടുണ്ടായിരുന്നു, ഇനി നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ അരയ്ക്കുന്നത്. അപ്പം ഞാനിപ്പോൾ കാണിച്ചിരുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ട് പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. എനിക്ക് ഈ ഒരു അപ്പം കുറച്ച് നൊസ്റ്റാൾജിയാണ്. നമ്മുടെ മണർകാട് പള്ളിയിലെ നേർച്ചയ്ക്ക് ഇങ്ങനെ കിട്ടുന്ന ഒരു അപ്പമായിരുന്നു ഇത്. സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ടേസ്റ്റില് നമുക്ക് അപ്പം കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോഴൊന്നും കിട്ടുന്നതിനൊന്നും അത്രയ്ക്ക് നല്ല അന്നത്തെ കാലത്ത് ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ രീതിക്കൊന്ന് ഉണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് കുറച്ച് കള്ളം ഒഴിച്ചിട്ടായിരുന്നു ഒന്ന് അരയ്ക്കാൻ തുടങ്ങിയത്. അപ്പം നമുക്ക് ബാക്കിയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ എല്ലാം കൂടി ഒരുമിച്ചിട്ടിരിക്കുന്നത് കാരണം ഇച്ചിരി ഓവർലോഡാണ്, എന്നാലും അത് അരഞ്ഞു കിട്ടും. ഇത് നമ്മൾ സാധാരണ അപ്പം ഉണ്ടാക്കുന്ന അത്രയ്ക്കും ലൂസ് ആയിട്ട് എടുക്കാൻ പാടില്ല, അത്രയും അരയാനും പാടില്ല. കുറച്ച് തിക്കായിട്ട് നല്ല കട്ടിക്ക് കുറെ നന്നായിട്ട് തിക്കായിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ല തരിതരിയായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ മറ്റേ വെള്ളപ്പം ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ഒന്നും അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. കുറച്ച് തിക്കായിട്ടും പിന്നെ തരിതരിപ്പായിട്ടും നമ്മൾ അരച്ചെടുക്കണം. ഇപ്പൊ കണ്ടോ, നമുക്ക് അതിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, നന്നായിട്ട് ഇങ്ങനെ ഒത്തിരി ഒന്നും അരഞ്ഞു പോവാത്ത രീതിയിലാണെന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പോഴേ അതിങ്ങനെ നമ്മൾ കുറച്ച് തണുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒടിഞ്ഞൊക്കെ വരത്തുള്ളൂ, ആ ഒരു ടേസ്റ്റും കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. ഇങ്ങനെ പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞിട്ട് കൈവച്ച് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കണം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഞാൻ ഇളക്കി ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഞാൻ ഓവർനൈറ്റ് ആണ് വെക്കുന്നത്. 3-4 മണിക്കൂർ കഴിഞ്ഞാലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഓവർനൈറ്റ് ആണ് വെക്കുന്നത്. അപ്പൊ നമുക്കിനി രാവിലെ കാണാം. രാവിലെ ഞാൻ ആദ്യം കറിയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് മുട്ട റോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കടുകും പിന്നെ സവാള, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം അരിഞ്ഞതും എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കറിയൊക്കെ നേരത്തെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ചൂടോടെ അത് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അപ്പം നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുന്നുണ്ട്. ഞാൻ ഈ കറിക്കകത്ത് തക്കാളി, മല്ലിപ്പൊടി അതൊന്നും ചേർക്കുന്നില്ല. അതിന് പകരം ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ പൊട്ടറ്റോ ആണ് ചെറുതായിട്ട് നുറുക്കി ചേർക്കുന്നത്. നമ്മളെപ്പോഴും ഈ മസാല ഒരു എന്താ പറയാ, യൂണിവേഴ്സൽ മസാല എന്ന് പറയുന്ന പോലെ എന്തിനും മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം കൂടി ഇട്ട് വഴറ്റിയിട്ടുണ്ടാക്കുന്ന ആ ഒരു സെയിം ഫ്ലേവറിൽ ഉണ്ടാക്കാതെ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കാന്ന് വെച്ചു. ഈ പൊട്ടറ്റോ ഇടുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേവി ഇങ്ങനെ ലൂസായി പോവാം, അതൊന്ന് തിക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. പൊട്ടറ്റോ ഒക്കെ ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു പച്ചമുളകിന്റെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിനൊക്കെ എനിക്ക് പ്രത്യേക അളവൊന്നുമില്ല, നമ്മുടെ എരിവിന് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. മുളക് കുറച്ചൊന്ന് വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയ കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് തിളച്ച വെള്ളമാണ്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. പൊട്ടറ്റോ ഒക്കെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒരുപാട് നേരം ഒന്നും വെക്കണ്ട, ഇപ്പൊ തന്നെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കണം. നന്നായിട്ട് ഒരു സ്പൂണോ തവിയോ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ ഗ്രേവി ഒന്ന് തിക്കായിട്ട് വരുന്നത്.
ഇനി ഈ സമയത്ത് നമുക്ക് മുട്ട പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ കത്തി കൊണ്ട് ചെറുതായിട്ട് വരയിട്ടിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം വേണമെങ്കിലും നമുക്കത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാലയിലേക്ക് ഒന്ന് നന്നായിട്ട് പൊതിഞ്ഞ് എടുത്താൽ മതി. മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പത്തിന്റെ മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോഴേക്കും ഒരു തവി കോരി ഒഴിച്ച് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കണം. ഇത് ഇത്തിരി തിക്കായിട്ടുള്ള ബാറ്റർ ആയതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കണം. ഇത് നല്ല സ്മൂത്ത് ആയിട്ട് അരയാത്ത ബാറ്റർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് വേവിച്ചെടുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ കള്ളപ്പം റെഡിയാണ്. ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ്. വെളുത്തുള്ളിയുടെയും ചുവന്നുള്ളിയുടെയും എല്ലാത്തിൻ്റെയും കൂടി ഒരു ടേസ്റ്റ് വെച്ചിട്ട് വരും. നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.